ഹായ്, ഈദിൻ്റെ ദിവസം ജസ്റ്റ് ഔട്ടിങ്ങിനായിട്ടൊന്ന് പുറത്തിറങ്ങി ഈവനിങ്. ബീച്ചിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തത്. ഈവെ ഇതുവരെ ബീച്ചിലൊന്നും കൊണ്ടുപോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇതിപ്പോൾ കൊണ്ടുപോകുന്നത്. യൂഷ്വലി പുറത്ത് പോവാ ടാറ്റ പോവാന്നൊക്കെ പറഞ്ഞാൽ ഈവ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ബാക്കിയുള്ള സമയത്തൊക്കെ അമ്മക്കുട്ടിയാണെങ്കിലും കാറിൽ കയറി കഴിഞ്ഞാൽ അവൾ അച്ചക്കുട്ടിയാണ്. അവിടെ മടിയിൽ ഇങ്ങനെ ഇരിക്കാനാണ് ഭയങ്കര ഇഷ്ടം അവൾക്ക്. ഡ്രൈവിങ്ങിന് അബിക്ക് ഡിഫിക്കൽട്ട് ആകുമ്പോൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ അടുത്തേക്ക് വിളിക്കുന്നത് അവളെ. ഇതിപ്പോൾ ഞങ്ങളും എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ട് ഈവയെ ബീച്ചിൽ കൊണ്ടുപോകണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഞങ്ങൾക്കും ഉണ്ട്. ഈവയ്ക്ക് പിന്നെ എവിടെ പോകുന്നത് അറിയില്ലല്ലോ. ആള് ഭയങ്കര ഹാപ്പിയാണ്. ചെറായി പോകണോ വൈപ്പിൻ പോകണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു സ്റ്റാർട്ട് ചെയ്തപ്പം. പിന്നെ വൈപ്പിൻ തന്നെ പോകാമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ വൈപ്പിൻ ബീച്ചെത്തി. ഈവ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാർ കുറേ കാണുന്നു, കുട്ടികളെ കുറേ കാണുന്നു, എല്ലാവരും കളിക്കുന്നു, വെള്ളം, പിന്നെ കടൽ, ഇതെല്ലാം അവളൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് അവൾക്ക്. പൊതുവെ ആൾക്കാരെ കാണുന്നത് ഈവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ വരുവാണെങ്കിലും അതല്ല പുറത്ത് പോകുകയാണെങ്കിലും ഒക്കെ ഈവ ഭയങ്കര സ്നേഹം അവരോട്, ഭയങ്കര അറ്റാച്ച്മെൻറ്റും ഭയങ്കര ഫ്രണ്ട്ലിയൊക്കെയാണ് എല്ലാവരോടും. പക്ഷെ കടൽ അവൾക്ക് ഇത്തിരി പേടിയുണ്ടെന്ന് തോന്നുന്നു. എടുക്കുമ്പോഴും ഞങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ട് അവൾ ഇച്ചിരി ടെൻസ്ഡ് ആവുന്ന പോലെ. എന്നൊരു പുതിയ ആളെ പരിചയപ്പെട്ടു. ഇതു രാജസ്ഥാനി ഫാമിലിയാണ്. ഇതു എന്നാണ് മോളുടെ പേര്. ഈവയെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അടുത്ത് വന്നു ഒരുപാട് കളിക്കുമായിരുന്നു ഈവയായിട്ട്. ഇതും ആദ്യമായിട്ടാണ് ബീച്ചിൽ വരുന്നത്. അതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റും അവളിൽ കാണാനുണ്ട്. അവളുടെ മുടിയും മുഖവും കൈയും കാലും കംപ്ലീറ്റ് മണലും വെള്ളവും എല്ലാം ആയി നിൽക്കുക. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസാണ് ബീച്ച്. ഞാൻ ഭയങ്കര ഹാപ്പി ആവും. പിന്നെ മൂഡ് സ്വിങ്സോ എൻ്റെ വിഷമങ്ങളോ അല്ലെങ്കിൽ സ്ട്രെസ്സോ അങ്ങനെ എന്തുണ്ടെങ്കിലും ഞാൻ അവിടെ പോയി മറക്കും. ഈവയെ പരിചയപ്പെടാൻ അവിടെ കുഞ്ഞുങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഈവയെ ഒന്ന് ചെറുതായിട്ട് വെള്ളത്തിൽ ഇറക്കാമെന്ന് വിചാരിച്ചു. ഞാനാണ് ആദ്യം ട്രൈ ചെയ്തത്. പക്ഷെ അവൾ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കയ്യിൽ കോർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊന്ന് വേണ്ടെന്ന് വെച്ചു. അബിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അവൾ കുറച്ച് നെർവസാണ്. അപ്പോൾ ഇനിയും അവളെ അതിലൊരു ആങ്സൈറ്റിയോ കാര്യങ്ങളോ വന്നിട്ടൊരു ഇഷ്യൂസ് വരണ്ടെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ മുകളിലേക്ക് കയറി. ബീച്ചിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പുല്ലൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈവയെ കുറച്ച് നടത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നു. ഈവ ഇപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടായി. അവൾ ഓടാനും ചാടാനും കളിക്കാനും ഒക്കെ തുടങ്ങി. ഇതേ വീണ്ടും ഇതുവിന് ഈവ ഭയങ്കര ഇഷ്ടമായി. ഈവ ഇങ്ങോട്ട് വരുന്നത് കണ്ടിട്ട് ഇതു ഇങ്ങോട്ട് എത്തിയതാണ്.
വേറൊരു ഫാമിലിയും കൂടി ഇവയെ കണ്ടിട്ട് വന്നായിരുന്നു. അവർക്കും ഭയങ്കര ഇഷ്ടമായി ഇവയെ. മൊത്തത്തിൽ ഇന്നത്തെ ഔട്ടിങ്ങിൽ ഇവ ഹാപ്പി മൂഡിലാണ്.